അച്ഛൻ വീട്ടിൽ വന്ന് ചോദിച്ചാ പറയില്ലെന്ന്, എനിക്ക് അവൾ അറിഞ്ഞൂടെന്ന് പറയുന്നു. യോമാരടുത്തൊക്കെ കാര്യം ഞാൻ അവൾക്ക് മെസ്സേജ് ഇടാം, യോമാനൊക്കെ മെസ്സേജ് ഇടുമ്പോൾ ഇവള് പറയും നിനക്ക് എന്നെ കാട്ടി മരുന്ന് നിന്റെ മറ്റോമാര്, നീ മറ്റോമാരത്ത് പോ, ചുമ്മാ റോങ് സംസാരിക്കും. അപ്പോൾ ഇന്ന് എൻ്റെ അനിയനെ നമ്മൾ പ്രാങ്ക് ചെയ്യാൻ പോവാണ്. നമ്മൾ ജസ്റ്റ് പറയുന്നത് അവനൊരു ലൈനുണ്ട്, അത് വീട്ടിൽ സീനായി, അങ്ങനെ നമ്മളിത് പറഞ്ഞ് അവനെ ഒന്ന് പ്രാങ്ക് ആക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ചേട്ടൻ മിച്ചുവാണ്. അപ്പോൾ ഞാനും മിച്ചും കൂടെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. നടക്കുമെന്ന് ഉറപ്പില്ല, എന്നാലും വി വിൽ ട്രൈ യുവർ ബെസ്റ്റ്. കളിപ്പായി വല്ല അറിഞ്ഞ എന്തരി നിന്റെ ഗ്യാസ് അവൾ അച്ചാർന്നു. ആരാ പൊട്ടി? നിന്റെ ഗ്യാസ് അവൾ അച്ചാർന്നു. പൊട്ടിയെന്ന് തമ്പുരു എൻ്റെ ലൈൻ പൊട്ടിയില്ലേടാ. എന്റെ അടുത്ത് ഇപ്പൊ ജോഷാണ് പറഞ്ഞത്, സീനായി നിന്റെ അച്ഛൻ്റെ അടുത്തൊക്കെ പറയാൻ വേണ്ടിയിരിക്കുന്നുണ്ട്. എന്റെ ഗ്യാസ് ഇവന്റെ ലൈനിന്റെ വീട്ടിൽ അറിഞ്ഞോ? അവളെ അച്ഛനൊക്കെ നിന്റെ അച്ഛൻ്റെ അടുത്ത് പറയാൻ വേണ്ടിയിരിക്കുന്നു. ഞാൻ ജോഷാണ് പറഞ്ഞത്. നല്ല വലിപ്പായെന്ന് വെച്ചാൽ അവളെ വഴക്കെന്തോ പറഞ്ഞ അടിക്കാനൊക്കെ പിടിച്ചെന്നോ എന്തോ. നിന്റെ അച്ഛനെ കാണട്ടെ എന്ന് പറയുന്നതാണ്. കളിയില്ല മൈര് കാര്യമായിട്ടാണ് പറഞ്ഞത്. കുറെ നേരം പറഞ്ഞിട്ടുണ്ട് നിന്റെ അടുത്ത് ആവശ്യമില്ലാതെ പോസ്റ്റ് ഇടല് കൊണക്കല്ല എന്നൊക്കെ. പിന്നെ നീ അന്ന് പോസ്റ്റ് ഇട്ടാ ഇല്ലേ? നീ കൊളാബിയ പോസ്റ്റ് ഇട്ടാ ഇല്ലേ? നീ അത് പറ. വിടാൻ പറഞ്ഞാ വീട്ടിൽ വന്ന് ചോദിച്ചാ നീ പറയോ? അവള് സീരിയസ് ആയിട്ട് പറയുന്നു, നിന്റെ അച്ഛൻ്റെ അടുത്ത് അവളെ അച്ഛൻ പറയുന്നു. അങ്ങനെ പറഞ്ഞത്. വീട്ടിൽ വന്ന് ചോദിച്ചാ നീ പറയോ? ജോഷാണ് ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞത്. വിടായി എനിക്ക് കുഴപ്പമില്ല, ഞാൻ അറിഞ്ഞത് ഞാൻ എന്റെ അടുത്ത് പറഞ്ഞു. നോക്കാന്നാ നമ്മൾ തിരിച്ച് കളിച്ചിട്ട് വീട്ടിൽ പോകുമ്പോ അവളെ അച്ഛൻ വീട്ടിൽ ഇരിക്കുക, നീ എന്ത് ചെയ്യും? നിന്റെ അച്ഛന്റെ സ്വഭാവം നിനക്ക് അറിയല്ല, നിന്റെ അമ്മയുടെ സ്വഭാവം അറിയില്ല. അതൊന്നാണ് ഞാൻ പറഞ്ഞത്. നീ ഒരുമാതിരി എന്റെ അടുത്ത് അമ്മയെ പറഞ്ഞാണ്. എന്തോ ചെയ്യൂന്ന് പറ. അറിഞ്ഞു കലിപ്പായ നിനക്ക് അറിഞ്ഞൂടെന്ന് പറഞ്ഞാ നിനക്ക് അറിഞ്ഞൂടെന്ന് പറഞ്ഞാ ചോദിച്ചാ നീ എന്തിനു പറയും? നിന്റെ അച്ഛൻ ചോദിച്ചാ നിന്റെ അടുത്ത് നീ ചോദിച്ചാ എന്തിനു പറഞ്ഞ? നീ വീട്ടിൽ ചോദിച്ചാ നീ എന്തിനു പറയാ? അത് പറ. ചാർലി, നീ കാര്യം പറയാൻ പറഞ്ഞ ഇതുപോലെ കലിപ്പായി. അവളെ അച്ഛൻ അറിഞ്ഞു വീട്ടിൽ പറയാൻ നിൽക്കുന്നത് നമ്മളാ. അപ്പോഴ് അവളെ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് ഇതുപോലെ പറഞ്ഞു, വീട്ടിൽ പറയാൻ നിൽക്കുകയാണ്, നീ അനിയനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. പറഞ്ഞ് മനസ്സിലാക്കണ രണ്ടാമത്തെ കാര്യം. ഇപ്പൊ അങ്ങേര് വീട്ടിൽ വരുമെന്നാണ് പറയണേ രാത്രി. എന്തിനു പറയും? ചേട്ടന്റെ പേര് അവൾക്ക് ചേട്ടൻ ഉണ്ടോ? അണ്ണാ +2 പഠിക്കുന്ന ഉണ്ടല്ലോ. അവൻ വീട്ടിൽ വന്ന് ചോദിച്ചാൽ എന്തിനു പറയും നീ? അല്ലെങ്കിൽ അവളെ അച്ഛൻ നിന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞെന്ത് ചെയ്യും? അതാണ് ചോദിച്ചത്, അല്ലാതെ അവളെ ചേട്ടയാന്നല്ല ചോദിച്ചത്. നിനക്ക് അറിഞ്ഞൂടെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ കാര്യം പറയണ്ടേ? അവൻ വന്ന് വീട്ടിൽ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടെന്ന് പറഞ്ഞ കാര്യം പ്രശ്നം തീരുവോ? ഇത് നല്ല കരിപ്പാ, നീ വല്ല പറയണേ പറ. ഞാൻ പഴയിരിക്കണം. ഇപ്പൊ ഞാൻ എന്തിനു പറയാനാണ്? എന്നെ കൊണ്ട് ചീത്ത വിളിപ്പിക്കില്ല. നീക്ക് പറയാൻ ഞാൻ എന്തിനു പറയാ? നീ വന്ന് ചോദിച്ചാ നീ വീട്ടിൽ എന്തിനു പറയുന്നു പറ. ചോദിച്ചാ അറിഞ്ഞൂടെന്ന് പറയോ? അറിഞ്ഞൂടെന്ന് പറഞ്ഞാ മെസ്സേജ് എല്ലാം കാണിച്ചു കൊടുത്ത എന്ന് ബ്രേക്കപ്പ് എന്നൊക്കെ പറഞ്ഞ കൊള്ളാൻ എന്നായിരിക്കും. അവള് മിക്കവാറും ബ്രേക്കപ്പ് പറഞ്ഞ അടുത്ത വിഷയത്തിൽ അവളെ അച്ഛൻ്റെ അടുത്തെന്ന് പറഞ്ഞു. അവളെ അച്ഛൻ്റെ അടുത്തെന്ന് പറഞ്ഞു. അത് തന്നെ നടന്നത്. ഇപ്പൊ ഞാനാണ് അവളെ സഹോദരൻ എന്ന് വെച്ചോ, ഞാൻ ഒന്ന് ചോദിച്ച നീ എന്തെന്ന് പറയും? പറയടാ, ഞാൻ എന്തിനു പറയാണ്ടേ? നിനക്കിപ്പോ എന്തിനു തോന്നണ്? പറയേ, ചാവാൻ തോന്നുന്നു. കയറ് സെറ്റ് ചെയ്തട്ടാ. പിന്നെ ഞാൻ വണ്ടി സെറ്റ് ചെയ്തട്ടാ, വണ്ടി ഇടിച്ചാവും. കളിക്കല്ല, അവൻ അങ്ങനെയല്ലേ പറഞ്ഞത്. അവൻ ചാവാൻ തോന്നണം. ഞാൻ എന്തിനു ചെയ്യേ? എനിക്കും ഇനി സമാനം കാണില്ല വീട്ടില് പുല്ലിന്റെ പേരിൽ. സംസാരിക്കാൻ അവൻ റോങ് ആയിട്ട് സംസാരിക്കുന്നു. നിന്റെ തന്നാൽ ശരിയാവൂല. അതാണ് നിന്റെ തരത്ത്. അവൻ റോങ് ആയിട്ട് സംസാരിക്കുന്നു. അവളെ വീട്ടിൽ പിടിച്ചല്ലേ വൻ കരിപ്പ്. വീട്ടിൽ പിടിച്ചല്ല, ഉച്ചക്ക് തേച്ചിട്ട് അവളെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. ഒരുത്തുണ്ട്, ഇതാണ് അതാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്നു. അല്ല, നമ്മൾ അച്ഛൻ്റെ അടുത്ത് പറയുമെന്ന് പറഞ്ഞിരിക്കുന്നു. അവളെ ചേട്ടൻ വിളിച്ചു കുറച്ച് നേരത്തെ. കലിപ്പാണ് നിങ്ങളെ സ്വഭാവം. കലിപ്പായടാ. അവളെ വീട്ടിലൊക്കെ അറിഞ്ഞ അവളെ അച്ഛൻ ഇവന്റെ അച്ഛൻ്റെ അടുത്തൊക്കെ പറയുന്നു പറഞ്ഞിരിക്കുന്നു. കലിപ്പായി. അതിന് മറ്റേ മരം മുറിക്കാൻ പോണ വെട്ടത്തി എടുത്തിന് വെട്ടി കൊല്ലി നിന്നു.
അന്ന് ഞാൻ കട്ടടിച്ച ഓർമ്മയുണ്ടല്ല, അന്ന് വെട്ടോത്തി അവിടെ വെട്ടം വന്ന ഓർമ്മയുണ്ടല്ലോ. വെട്ടോത്തി എനിക്കറിഞ്ഞൂടാ, എന്റെ തലയെ കൊണ്ട് അടി അടി നടക്കൂല, കൊലപാതകം നടക്കും. ആര് ഭയങ്കര സിമ്പിൾ അല്ലേ, വീട്ടുകാരെ തന്നെ നിക്കണുണ്ടല്ലോ. ഇത് തന്നെ ഇത് തന്നെ പോസ്റ്റ് തന്നെ പൊക്കിയതറിഞ്ഞില്ലേ നീ ഇവനോട് മിണ്ടാലെന്ന് ചോദിച്ചാൽ ഇവനോട് ചോദിക്കുമ്പോ മിണ്ടാതിരിക്കുന്നു. അതൊന്നും അറിഞ്ഞൂടന്നു അവന്. ഉച്ചക്ക് തേച്ചിട്ട് മറ്റോൾ അച്ഛൻ്റെ പറഞ്ഞു കൊടുത്ത്. അവൾക്കൊരു ചേട്ടം ഉണ്ടെന്ന്, അവൻ ചേട്ട ഇൻസ്റ്റ ഐഡി വെച്ച് ഫോട്ടോ കണ്ടാണ്. അത് തന്നെ അത് ഇടിന്ന് തക്ക് ഉക്കരൊന്ന് വാങ്ങിച്ചു കൂട്ടി. നീ വല്ല പറയടച്ചോ, നിനക്ക് അവളെ ഇഷ്ടമാണല്ലേ? നീ പറ, നിന്റെ വീട്ടിൽ ചോദിച്ചത് ഇഷ്ടമാണ്, നീ കെട്ടാൻ താല്പര്യം ഉണ്ടോ ചോദിച്ചാൽ നീ എന്താ എന്തെന്ന് പറയും? അച്ഛൻ വീട്ടിൽ വന്ന് ചോദിച്ചാ പറയില്ലെന്ന്, എനിക്ക് അവളെ അറിഞ്ഞൂടെന്ന് പറയുന്നു. പോസ്റ്റ് എടുത്ത് കാണിച്ചു കൊടുക്കും, നീ അയച്ച മെസ്സേജും കാണിച്ചു കൊടുക്കും. നീ നല്ല ആലോചിച്ചിട്ടാണ് നീ എല്ലാം ചെയ്യേ. തേച്ചാരുമില്ല, അവിടെ തേക്കണ ആരും വിട്. നീ ഇപ്പൊ അവള് ഇപ്പം നീ വീണ്ടും വന്നെന്ന് വെച്ചോ, നീ ഇപ്പൊ എന്തിനാണ് നിന്റെ എന്ത് കാരണം? അത് പറഞ്ഞു തീക്കാന്നല്ലേ ഉള്ളൂ. നീ സീരിയസ് ആണ് അവൻ പറഞ്ഞ. സീരിയസ് ആണോ ചോദിച്ചപ്പോഴല്ലേ അവൻ പറഞ്ഞില്ലെന്ന്, അവനില്ല താല്പര്യം ഇല്ലെന്ന്. ഞാൻ കാര്യം എന്ന് പറയുമ്പില്ലേ, ഇത്രയും സംശയമുള്ളവനെ വേണ്ട, ഇത്രയും സംശയമുള്ളവനെ വേണ്ട. സംസാരിച്ചറിയല്ല. നോക്കട്ടെ, നീ പിന്നെ എന്തിനാണ് അവളെ നോക്കിയത്? നീ ഇങ്ങനെ ടൈം പാസിനാണ് നോക്കിയത്? ആദ്യം സീരിയസ്, പിന്നെ നീ ഇപ്പോഴെങ്ങനെ പറയണം? അതിനുശേഷം പള്ളിയിൽ കുഞ്ഞാറ്റെന്ന് പറഞ്ഞ അവളോട് ഞാൻ സ്റ്റോറി ഇട്ടപ്പം ഭയങ്കര കുഴപ്പമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവള് സ്റ്റോറി ഞാൻ അങ്ങനെ ഒന്നും പറയൂല. അത് കഴിഞ്ഞിട്ട് യവന്മാരടുത്തൊക്കെ കാര്യം ഞാൻ അവൾക്ക് മെസ്സേജ് ഇടാം, യവന്മാരൊക്കെ മെസ്സേജ് ഇടുമ്പോൾ ഇവള് പറയും നിനക്ക് എന്നെ കാട്ടി മരുന്ന് നിന്റെ മറ്റോമാരാണ്, നീ മറ്റോമാരടുത്ത് പോ, ചുമ്മാ റോങ് സംസാരിക്കും. എന്നിട്ട് യവക്ക് വാങ്ങുമ്പോൾ ഇവള് മെസ്സേജ് ഇടും, മറ്റേ ചുമ്മാ ഇരുന്ന് അപ്പോഴപ്പോഴാ നിനക്കെന്ത്, നീ ആര് എന്നൊക്കെ സംസാരിക്കും. അതുകൊണ്ടാണ് നീ ഇപ്പൊ അവള് വീട്ടിൽ വന്ന നീ നോക്കാത്തത്. പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ? നീ പറഞ്ഞ അവള് മാറൂലേ? ഈ സ്വഭാവം മാറ്റാൻ പറഞ്ഞ മാറ്റൂലേ? കാര്യം പറ. കാര്യം പറഞ്ഞ ചോദിക്കുന്നത് നിങ്ങളടുത്ത് ഞാൻ പറ, നിങ്ങളെ ഇവിടെ പിടിച്ചെടുത്തിരിക്കുന്നത് ഇവിടെ എല്ലാരും കാട്ടി കാര്യബോധങ്ങളുണ്ട്. അതിന് എത്ര ഇതാണെങ്കിലും അപ്പൊ ടൈം പാസ് ആണ് നോക്കിയത്. ഞാൻ എന്ത് ചെയ്യണം? നീ എന്ത് ചെയ്യണമെന്നല്ല, നീ വീട്ടിൽ കലിപ്പായ എന്ത് ചെയ്യുമെന്നാണ് ചോദിച്ചത്. എനിക്കറിഞ്ഞൂടാ. നിനക്ക് അറിഞ്ഞൂടെന്ന് പറഞ്ഞാ നീ വന്ന് ചോദിച്ചത് നീ അറിഞ്ഞൂടെന്ന് പറയൂ? ആരെങ്കിലും വന്ന് ചോദിച്ചത് തേങ്ങ വാങ്ങുന്നത് പറയുമ്പോ അറിഞ്ഞൂടെന്ന് പറഞ്ഞാൽ നീ എന്തിനാണ്? നിന്നെ അപ്പൊ വെറുതെ വിടും. നിനക്ക് ബിരിയാണി ചിക്കൻ ബിരിയാണി എല്ലാം വാങ്ങിച്ചു തരും അണ്ണാക്കില് നിറയ്ക്ക്. ഞാൻ വെട്ടിക്കൊല്ലും നിന്നെ. പോസ്കോ കേസാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ മെയിൻ 18 വയസ്സായ പോസ്കോ കേസാണ്. നോക്ക് അവൻ്റെ ചോരി പോസ്കോ കേസാണ്. പോക്സോ എന്തിനാ മനസ്സിലായ? നീ ചിരിക്കാല്ലേ പറഞ്ഞത് കാര്യമാണ്. ജയിൽ തള്ള അവന്മാര് കൊണ്ടിട്ട് കൊല്ലും നിന്നെ. ജയിലിൽ ഉണ്ടാ നിന്നെ ഉണ്ടാ ബാക്കിയുള്ളവർ ലൈൻ അടിച്ചിട്ട് പെണ്ണുങ്ങൾ അച്ഛൻ്റെ അടുത്ത് നച്ചാ ഞങ്ങൾ എനിക്ക് ലൈൻ അടിക്കുന്ന കേസല്ല. 18 വയസ്സിന് മോളോട് നോക്കിയാലേ സീനില്ലാതെ ഉള്ളൂ. 18 വയസ്സ് താഴെ നോക്കിയാ ഉണ്ടാ തന്നെ ജയിലില് ഉണ്ടാ ഉണ്ട തിന്നെ ഉണ്ടാ പേടിച്ചില്ല. പ്രാങ്ക് ചെയ്തതാണ് ഗൈസ്, പ്രാങ്ക് ചെയ്തതാണ്. സന്തോഷം കണ്ണു പ്രാങ്കായ പേടിച്ച എന്തിനാണ് അവസ്ഥ? ജീവൻ പോയി. പിന്നെ ജീവൻ പോയാ? ഞാൻ വീട്ടിൽ പോയാ കുളത്തിൽ ചാടി ചാവാൻ. ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ?
അനീസ് ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നീ ക്യാമറ കേട്ടില്ലേ ക്യാമറ എന്ന് പറഞ്ഞു തിരിഞ്ഞു നോക്കിയപ്പോ ചാർലി ഫോണും വെച്ചോണ്ടിരുന്നു. അപ്പൊ ഞാൻ വെച്ചാൽ അതിലെ ക്യാമറ